ഗൈസ്, അപ്പം നമുക്കൊരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ ഇൻ ചൈന. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയുക വൈകിട്ട് കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ അവിടെ നിന്നായാലും കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഗസ് ചൈനയിൽ ഇങ്ങനെ കറങ്ങാൻ പോകുന്നത്. കാരണം വന്നിട്ട് ദിവസം വേണം നമ്മൾ രാത്രി വന്നിട്ട് പിറ്റേ ദിവസം നമ്മളൊരു ഈവനിങ് ആണ് പോയത്. ഓക്കെ, അപ്പം അവിടെ ഫുള്ള് നമ്മൾ എന്താ പറയുക ചുറ്റി കണ്ട് എല്ലാം നോക്കി. എന്നാലും നമ്മൾ മാർക്കറ്റിൽ പോയി അവിടെ പോയിട്ട് നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചു. കാരണം നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴേക്കും ഒത്തിരി സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങനത്തെ അല്ലറ ചില്ലറ ഇവിടെ കിട്ടാത്ത സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് വല്ലതും ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. സോറി ഗൈസ്, ഈ ബാക്കിൽ കേട്ട അലപ്പ് എൻ്റെ അമ്മ ചിരിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ശിവദാണ്ട ബാട്ടപ്പ് കണ്ടിട്ട് ബാട്ടപ്പിലോട്ട് ഓടിക്കയറാൻ പോയി. അപ്പം അമ്മ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ചിരിച്ചാണ്. അവൾക്ക് ഇത് ബാട്ടപ്പൊക്കെ കണ്ടാൽ ഭയങ്കര ഇതാട്ടോ. അതുകൊണ്ട് നമ്മളതൊക്കെ എന്താ പറയുക അവിടെ ഇങ്ങനെ എപ്പോഴും ബാത്റൂമൊക്കെ അടച്ചിട്ടിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പം മാധവൻ കുളിക്കാൻ കയറിയതുകൊണ്ട് അവളത് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ എന്താ പറയുക ഈ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, കുറേ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ കുറച്ചൊക്കെ മേടിച്ചു. പിന്നെ കുറേ പോക്കി സ്റ്റിക്കൊക്കെ മേടിച്ചല്ലോ, കുറേ എല്ലാം ഒരു പാക്കറ്റ് ട്രൈ ചെയ്യാൻ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഗേറ്റിലോട്ട് കയറണമെങ്കിലോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ ഗേറ്റിലോട്ട് കയറണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അവിടെ എൻട്രൻസിലോട്ട് കയറണമെങ്കിലോ നമുക്ക് നമ്മുടെ ഫേസ് സൈഡിൽ നമ്മുടെ ഫേസ് വെച്ച് കയറണം. പിന്നെ ഡോറൊക്കെ ഫുൾ മറ്റേ പാസ്വേഡ് ലോക്കൊക്കെയാണ്. പിന്നെ ഗൈസ് ഈ ഒരു ബർഗറിൻ്റെ സാധനം മാധവൻ മേടിച്ചതാട്ടോ. അപ്പം അവിടെ എന്താ പറയുക അതുപോലെ തന്നെ കുറേ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ക്യാൻഡീസൊക്കെ ഉണ്ട്. എന്നിട്ട് എന്താ പറയുക ഞാനൊന്ന് വാക്യൂമൊക്കെ ചെയ്തു ഫ്ലോറൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിളക്കൊക്കെ വെക്കുന്ന സ്ഥലം നമ്മളൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു, ഒന്ന് അടിപൊളിയൊക്കെ ആക്കി സെറ്റാക്കി വെച്ചു. നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. നമുക്ക് അതൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേസ്റ്റ് കൊണ്ട് കളയാൻ പോയി. നമ്മളിവിടെ ബോട്ടിൽ വാട്ടറാട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു 5 എണ്ണത്തിൻ്റെ എന്താ പറയുക 25 കിലോയൊക്കെ വെള്ളം നമ്മൾ ഒരുമിച്ച് മേടിച്ച് വെക്കും. കാരണം ഇവിടെ വരുന്ന ഇവിടുത്തെ പൈപ്പിലെ വെള്ളം ഫിൽറ്റർ ചെയ്ത വെള്ളമാണെങ്കിലും ഞങ്ങൾ പുറത്തുനിന്നാണ് മേടിച്ച് കുടിക്കാറ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുപ്പി എന്തായാലും ഓരോ ദിവസം നമുക്ക് കൊണ്ട് വേസ്റ്റ് കളയാൻ കാണും. അപ്പം അതൊക്കെ കൊണ്ട് കളഞ്ഞു. അല്ലാതെയും കുറേ വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് നമ്മൾ നേരെ കുക്കിങ്ങിലോട്ട് കയറി. നമ്മൾ പോയ സമയത്ത് കുറേ മഷ്റൂം സോസേജ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മഷ്റൂം വെച്ച് മഷ്റൂം മസാല ഉണ്ടാക്കി. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അല്ല ഉണ്ടാക്കിയത്, എനിക്കായിട്ട് എന്താ പറയുക പൊറോട്ടയും സോസേജും ചീസും വെച്ച് അമ്മ ഒരു സാധനം ഉണ്ടാക്കി തരും ഗൈസ്. അത് അടിപൊളിയാണ്. അതാണ് കഴിച്ചത്. അത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന് ചീസൊക്കെ അടിപൊളിയാണ്. അതൊക്കെ കഴിഞ്ഞ് നല്ല മഴ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ.